ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വ്യക്തമാണ്. നമുക്ക് വലിയൊരു രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാനുണ്ട്. അതിവിടെ നേതാക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ 2 ടേം അധികാരത്തിലിരുന്ന ഇടത് മുന്നണി ഒരു പ്രാവശ്യം കൂടി ഭരിച്ചാൽ എങ്ങനെയിരിക്കും? 3ാമതൊരു പ്രാവശ്യം കൂടി ഇടത് മുന്നണി ഭരിക്കാൻ കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട്. ഇടത് മുന്നണി കോടാനുകോടി രൂപ മുടക്കി പരസ്യവും വലിയ പ്രചരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പാലായിലും കടുത്തുരുത്തിയിലുമൊക്കെ LDFിൻ്റെ പ്രചരണ പരിപാടികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, കോടികൾ ഒഴുക്കുകയാണ്. അപ്പോൾ അവരെല്ലാം പ്രചരണപരമായ കാര്യങ്ങളിൽ ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാ പത്രങ്ങളിലും എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും TV ചാനലുകളിലെല്ലാം സർക്കാരിൻ്റെ പണം കോടിക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം കൊടുക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് 3ാമത്തെ ഭരണം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഇത് ആദായമുള്ള കച്ചവടമാണ് എന്ന് CPM പാർട്ടിക്കും ജോസ് കെ മാണിയുടെ പാർട്ടിക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. നല്ല ലാഭകരമായ കച്ചവടം, ജനങ്ങളെ പറ്റിക്കുക, ആളുകളെ പട്ടിണിക്കിടുക, ജനങ്ങൾക്ക് ഒരു നേട്ടവും ഇല്ല, നാടിന് ഒരു പുരോഗതിയില്ല. പക്ഷേ CPM പാർട്ടി കൊഴുത്ത് തഴച്ച് വളരുന്നതിന് ഏറ്റവും നല്ല കറവ പശുവാണ് കേരളത്തിലെ ഭരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടിൽ അഴിമതിയായിട്ട് നിൽക്കുകയല്ലേ? ശബരിമലയില്ല ഒരുപാട് കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി മോഷണവും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ശബരിമല ശാസ്താവിൻ്റെ സന്നിധിയിൽ, അയ്യപ്പ സന്നിധിയിൽ പോയി ശബരിമലയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റാൻ ധൈര്യം കാണിക്കുന്ന ഒരു പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഈ കേരളത്തിലെ ഇടതുപക്ഷം അല്ലാതാരുണ്ട്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റും എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ആദ്യം വിശ്വാസികളെ വെല്ലുവിളിച്ചപ്പോൾ നമുക്കെല്ലാം വലിയ ആശങ്കയുണ്ടായി. കാരണം ഇത്രയും കാലമായി എത്രയോ മുന്നണികളിലൂടെ ഭരിച്ചിട്ടുണ്ട്. ശബരിമല പരിപാവനതയോടെ പവിത്രതയോടെ കരുതുന്ന വിശ്വാസ സംഹിതകളെ തകിടം മറിക്കാനും അട്ടിമറിക്കാനും ഇടത് മുന്നണി CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ വെല്ലുവിളി ഉയർത്തിയപ്പോൾ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, അയ്യപ്പ ഭക്തന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് 1ാം പിണറായി സർക്കാർ രംഗത്ത് വന്നപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയ ആശങ്ക എത്ര വലുതാണ്. ആരാധനാലയങ്ങളിൽ എന്താണ് നടക്കേണ്ടത്, പൂജ നടക്കേണ്ടത് എങ്ങനെയാണ്, കുർബാന അർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പാർട്ടി തീരുമാനിക്കും, ഇവിടുത്തെ ഭരണമുന്നണി തീരുമാനിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റാനല്ലേ ഇടതുപക്ഷ മുന്നണി ശ്രമിച്ചത്? കിടങ്ങൂർ ക്ഷേത്രത്തിൽ നാളെ CPM പറയുന്നത് പോലെ, പാർട്ടി പറയുന്നത് പോലെയാണ് പൂജ നടക്കേണ്ടത്. നമ്മുടെ കിടങ്ങൂരിലെ കോട്ടപ്പുറത്ത് ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുന്നതിന്റെ വിശദാംശങ്ങൾ സർക്കാർ തീരുമാനിക്കും. ഇപ്പൊ ചേർപ്പങ്കൽ പള്ളിയിൽ ആദ്യ വെള്ളിയാഴ്ചയും ഉണ്ണിമിശിഹായുടെ അടുത്തേക്ക് വരുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾ അവിടെ എന്താണ് നടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, മുന്നണിയാണ് എന്ന് വന്നാൽ എന്താവും കേരളം? അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഭക്തജനങ്ങൾ ചോദ്യം ചെയ്തു, വിശ്വാസ സമൂഹം ചോദ്യം ചെയ്തു. അതിന്റെ കൂടെ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായ നിലപാടെടുത്തു. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന മുന്നണി എന്ന നിലയിൽ UDF പറഞ്ഞു, ഈ വിശ്വാസികൾ ഉയർത്തുന്ന നിലപാട്, വിശ്വാസം സംരക്ഷിക്കപ്പെടണം, വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം. ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഇവിടുത്തെ ആ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടവർ നിശ്ചയിക്കുന്നത് പോലെ വിശ്വാസ പ്രമാണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. UDF എടുത്ത നിലപാട് കേരളം അംഗീകരിച്ചു. ഇടത് മുന്നണി എടുത്ത നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞു, കോടതിയും തള്ളിക്കളഞ്ഞു. അങ്ങനെ രക്ഷയില്ലാതെ നിൽക്കുമ്പോഴാണ് പ്രതികാരദാഹത്തോടുകൂടി ഇടത് മുന്നണി ശബരിമലയിൽ കൊള്ള നടത്താൻ തീരുമാനിച്ചു. അതല്ലേ പിന്നെ കാണുന്നത്? ശബരിമലയിൽ നിന്ന് സ്വർണ്ണക്കട്ടികൾ അടിച്ചു മാറ്റിയതും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഇടത് മുന്നണിയുടെ പിന്നെയുള്ള പോക്ക് ഒരു കൈവിട്ട പോക്കായിരുന്നു. എവിടെ ചെന്ന് അവസാനിച്ചു? CPM പാർട്ടിയുടെ പ്രമുഖ നേതാക്കളടക്കം ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടായി. ഇടത് മുന്നണി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇടത് മുന്നണി നിർബാധം അഴിമതി തുടരുമ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് നല്ല കറവ പശുവാണ്, നല്ലതുപോലെ പണം ഉണ്ടാക്കാൻ കഴിയുന്ന വഴിയാണ്, ഭരണത്തിന്റെ മറവിൽ കൊള്ളയാണ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്കുണ്ടായത് എന്താണ്? വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ പാവപ്പെട്ട കിടങ്ങൂരിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, ഇവിടെ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ കൃഷിക്കാർ, കർഷകന്റെ ആത്മഹത്യ നാട്ടിൽ നിത്യസംഭവമായി. നെല്ല് കൊയ്യാൻ സമയമാകുമ്പോൾ നെല്ല് സംഭരിക്കാൻ സർക്കാർ തിരിഞ്ഞു നോക്കുന്ന അനുഭവമില്ല. റബ്ബർ കർഷകൻ വഞ്ചിക്കപ്പെട്ടു. റബ്ബറിന് 280 രൂപ വിലസ്ഥിരതാ ഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു.
ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ കൊടുത്തില്ല. ഇനി നമുക്ക് ഒരിക്കലും ഇടത് മുന്നണി ഈ ഭരണം ഇവിടെ വേണ്ട, ഇവരെ ഇറക്കി വിടണം. അത് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നിങ്ങൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇത് കേരളത്തിന്റെ ആവശ്യമാണ്, നാടിന്റെ ആവശ്യമാണ്. ജയിച്ചു വരും, ഉറപ്പാണ്. ഭരണം പിടിക്കണം. കേരളോട്ടാകെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഈ നിലപാട് ജനങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ്. അതുപോലെ മടുത്തു, അതുപോലെ കഷ്ടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന കേരള ജനതയാണ് നമ്മൾ കാണുന്നത്. കേരള ജനതയുടെ കണ്ണീരൊപ്പാൻ, കേരളത്തിൽ ജനങ്ങൾ അനുഭവിച്ച ഈ ദുരിതത്തിന് അറുതി വരുത്തുവാൻ, നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയ പുതുയുഗ യാത്ര കടുത്തുരുത്തിയിലെത്തിയപ്പോഴും, പാലായിലെത്തിയപ്പോഴും, പുതുപ്പള്ളിയിലെത്തിയപ്പോഴും, കോട്ടയത്തെത്തിയപ്പോഴും, ഏറ്റുമാനൂരിലെത്തിയപ്പോഴും, നമ്മുടെ കോട്ടയം ജില്ല മുഴുവൻ സ്ഥലത്തും എത്ര ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത്. എന്താണ് കാരണം? ജനങ്ങളുടെ വ്യക്തമായ നിലപാടാണ്. ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ കൂടെ സഹകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിക്കണം. UDF സർക്കാർ അധികാരത്തിൽ വരണം. സ്ഥാനാർത്ഥി എങ്ങനെയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് പാഴ് കേസാണ്. പല രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഇവിടെ ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും നമ്മളൊക്കെ പറയുന്നുണ്ട്. ഞാനിതൊന്നും കാര്യമില്ല. സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഗൗരവമായി തന്നെ നമ്മൾ കാണുകയാണ്. പക്ഷേ സ്ഥാനാർത്ഥിക്ക് അടുത്ത മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് നമുക്കറിയാം. ഇവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും അന്യദേശത്തു നിന്ന് വന്നിരിക്കുന്നവരാണ്. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന, ഈ മണ്ണിന്റെ മണമുള്ള, ഈ മണ്ണിന്റെ ഭാഗമായി നിന്ന് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ മുഴുവൻ സമയം ഒന്ന് പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയായി മാത്രമല്ല ജനപ്രതിയായി ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രവർത്തന കാലഘട്ടത്തിന്റെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് കടന്നു വരുന്ന നമുക്ക് അഭിമാനത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയും, ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ, കിടങ്ങൂക്കാർക്ക് വേണ്ടി കിടങ്ങൂരിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ കഴിയുന്ന ഏറ്റവും അഭിമാനകരമായ സാഹചര്യം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം UDF ഉണ്ടാക്കാൻ കഴിയും എന്ന് ഉത്തമ ബോധ്യത്തോടെ നമുക്ക് പറയാൻ കഴിയും.